ഗൈസ്, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയ സമയം മുതൽ നമുക്കറിയാം ഇങ്ങനെ റൂമറുകളുടെ പെരുമഴയാണ്. ഇന്ന് നമ്മൾ റൂമറുകളൊന്നും സംസാരിക്കാനല്ല വന്നിരിക്കുന്നത്. ഈ ക്ലബ്ബുകൾ ജനുവരിയിലെ ഒരു വിൻഡോ ഓപ്പൺ ആക്കുന്നത് എന്തിന് യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഫുട്ബോളിൽ 2 ട്രാൻസ്ഫർ വിൻഡോകളാണുള്ളത്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയും അതുപോലെ തന്നെ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ നമുക്കറിയാം കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നിൽക്കുന്ന ഒരു വിൻഡോ ആണ്. അവിടെ അത് തന്നെയാണ് ഒരു ഐഡിയൽ വിൻഡോ എന്ന് പറയുന്നത്. കാരണം സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമുണ്ട് ഓരോ ക്ലബ്ബുകൾക്കും. ഇപ്പോൾ ഒരു പ്ലെയർ പോയി കഴിഞ്ഞാലും മറ്റൊരു പ്ലെയറെ മറ്റൊരു ടീമിൽ നിന്ന് എടുക്കാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നെഗോസിയേഷൻസിനൊക്കെയുള്ള സമയമുണ്ട്. കൃത്യമായിട്ടുള്ള എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് പ്ലേയേഴ്സിനെ വാങ്ങാനും ഒക്കെയുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഒരു ഐഡിയൽ ഒരു വിൻഡോ എന്ന് പറയുന്നത് സമ്മർ തന്നെയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള നിഖിൽ പറഞ്ഞതുപോലെ ജനുവരി ഒരു ഐഡിയൽ ഒരു വിൻഡോ അല്ല, അത് ശരിയാണ്. പക്ഷേ സമ്മറിൽ പണിയെടുക്കാതെ ഇരുന്നിട്ട് ജനുവരിയിൽ ന്യായം പറയുന്നതിനോട് അർത്ഥമില്ല. അത് എനിക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സ്റ്റഡി ലീവ് കൊടുത്തിട്ട് 10 ദിവസം സ്റ്റഡി ലീവ് കൊടുത്തിട്ട് 9 ദിവസവും പണിയെടുക്കാണ്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ പഠിക്കാതിരുന്നിട്ട് അവസാനത്തെ ദിവസം പറയുകയാണെങ്കിലോ അവസാനത്തെ ദിവസം കൊണ്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന്, അങ്ങനത്തെ ഒരു എക്സാമ്പിളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ പുള്ളിയുടെ ഒരു നമ്മൾ ന്യായമൊക്കെ പരിശോധിക്കുന്നൊരു സമയത്ത് ഇപ്പോൾ പെപ് ഗാർഡിയോള പോലത്തെ കോച്ചസ് പോലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അത്ര കാര്യമാക്കാത്ത പരിശീലനമൊക്കെയാണ്. പക്ഷേ ഇത്തവണ ചിലപ്പോൾ അവർ സ്പെൻഡ് ചെയ്തേക്കും, അത് വേറൊരു വിഷയം. കാരണം സിറ്റിയുടെ നിലവിലത്തെ ഒരു അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകം എന്ന് പറയുന്നത് പൊതുവേ കുറച്ച് ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇതൊരു ഷോർട്ട് പീരീഡിലാണുള്ളത്. മിക്ക ക്ലബ്ബുകൾക്കും ഒരു എമർജൻസി ആയിട്ട് ആണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടും, അതുകൊണ്ട് തന്നെ പ്രൈസും കൂടും എന്നുള്ളതാണ്. സോ ഇത് ഏതൊക്കെ കാറ്റഗറിയിലുള്ള പ്ലേയേഴ്സിനെയാണ് കൂടുതലായിട്ടും കിട്ടാൻ സാധ്യതകളുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ടീമിൻ്റെ സ്ക്വാഡ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ബെഞ്ച് പ്ലേയേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്കായിരിക്കും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ജനുവരി വിൻഡോയിലേക്കൊക്കെ ഉള്ളൊരു മൂവ് നടക്കാനുള്ള സാധ്യത. ഇപ്പം നമുക്കിപ്പോൾ ISLൻ്റെ പെർസ്പെക്റ്റീവ് വന്നു കഴിഞ്ഞാൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രബീർ ദാസ് ഇതേപോലെ മുംബൈയിലേക്ക് ഒരു ലോൺ മൂവിൽ പോയി, അതുപോലെ സൗരവ് ലോൺ മൂവി പോയി. അങ്ങനെ പല ക്ലബിലെയും പ്ലേയേഴ്സൊക്കെ ഇതുപോലെ ബെഞ്ചിലിരിക്കുന്ന പ്ലേയേഴ്സൊക്കെ പല ക്ലബ്ബുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ലോണിലോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഡീലിലോ ഒക്കെ ബെഞ്ച് പ്ലേയേഴ്സിനെ സ്ക്വാഡ് പ്ലേയേഴ്സിനെയൊക്കെ ആണ് കൂടുതലായിട്ടും ക്ലബ്ബുകൾക്ക് കിട്ടാനുള്ള സാധ്യത. പിന്നെ പല ക്ലബ്ബുകളും ഒരു എമർജൻസി എന്ന നിലയ്ക്കാണ് സൈൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സ് ആയിരിക്കും കൂടുതൽ പല ക്ലബ്ബുകളിലേക്കും പോകുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കിട്ടണമെങ്കിൽ ഇപ്പം കോൺട്രാക്റ്റ് ഒക്കെ എക്സ്പയർ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ, അതായത് ഇപ്പം നെക്സ്റ്റ് സമ്മറിൽ കോൺട്രാക്ട് എക്സ്പയർ ആകുന്ന ഒരു പ്ലെയറാണെന്ന് വെക്കുക. അപ്പം അങ്ങനത്തെ പ്ലേയേഴ്സിനെയൊക്കെ ആണെങ്കിൽ ഇപ്പം ആ ക്ലബ്ബ് വിചാരിക്കും ഇപ്പം അവർ സമ്മറിലാണ് പോകുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം ജനുവരിയിലാണ് പോകുന്നതെങ്കിൽ ഒരു ചെറിയ ഒരു ഫീ എങ്കിലും കിട്ടുമെന്ന നിലയ്ക്ക്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാനിഷ് ഫറൂഖിനെ ആ ഒരു നിലയ്ക്കാണ് ജനുവരി എടുത്തത്. ആ വിൻഡോയിൽ തന്നെയാണ് പ്യൂട്ടിയ മോഹൻ ബഗാനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു എണ്ണത്തിലും നമുക്ക് ട്രാൻസ്ഫർ ഫീ കിട്ടിയിരുന്നു. പ്യൂട്ടിയയുടെ കോൺട്രാക്റ്റ് 6 മാസത്തിനുള്ളിൽ തീരും. അപ്പം ആ പ്ലെയർ കോൺട്രാക്റ്റ് ഫ്യൂച്ചറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ സമ്മറിൽ ആ ഡീല് നടന്നില്ല. അപ്പം ജനുവരിയിൽ ഈ പ്ലേയേഴ്സിനെയൊക്കെ സെയിൽ ചെയ്യാനായിട്ട് വരും. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഒരു കോൺട്രാക്ട് സിറ്റുവേഷനും കൂടെ ഒക്കെ നോക്കിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പം കുറച്ചൊക്കെ ഫീ കൊടുത്തിട്ട് ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ പറ്റും. ഇനി കോൺട്രാക്റ്റിലുമാണ് ഫസ്റ്റ് ഇയറിലൊക്കെ കളിക്കുന്ന പ്ലെയറുമാണ് ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യമാണെങ്കിൽ നല്ല രീതിയിൽ പണം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ ഇപ്പം സമ്മറിൽ സെയിം പ്ലെയറിന് എന്ത് മൂല്യമാണോ ഉണ്ടായിരുന്നത്, അപ്പം ഒരു ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ട എന്ത് വാല്യൂ ആയിരുന്നു ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു വളരെയധികം കൂടുതൽ എമൗണ്ടോ കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിഖിൽ പ്രഭു എന്ന് പറയുന്ന ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയിരുന്ന താരമാണ്. സമ്മറിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ്. അത് നടന്നില്ല. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.2 CR മറ്റോ ആയിരുന്നു അന്ന് ട്രാൻസ്ഫർ ഫീ എന്ന നിലയ്ക്കൊക്കെ പറഞ്ഞിരുന്നത്. അത് കൊടുത്ത് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ നിഖിൽ പ്രഭു ഇപ്പോൾ പഞ്ചാബ് FCയുടെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയറായിട്ട് കളിക്കുന്നു. പഞ്ചാബ് FC താരതമ്യേന കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിനെക്കാളൊക്കെ ബെറ്റർ ആയിട്ട് കളിച്ചു പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ 2026 വരെ താരത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം ഈ സാഹചര്യത്തിലൊക്കെ ഇപ്പം കേൾക്കുന്ന റൂമേഴ്സൊക്കെ പ്രകാരം 1.6 1.5 ക്രോറൊക്കെ ഫീ ആയിട്ട് കൊടുക്കണമെന്നാണ്. അതായത് 40 ലക്ഷം 50 ലക്ഷം രൂപയ്ക്ക് ഇനി അധികം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുമെന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ പോലെ ഇത് വളരെ കുറഞ്ഞ സമയമാണ്. ഇപ്പോൾ ഓരോ ക്ലബിനും അപ്പം ഡിമാൻഡ് കൂടുതലാണ്.
ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെയൊക്കെ പോലത്തെ ക്ലബ്ബ് എത്രമാത്രം ഇതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമുക്ക് ഗോൾ കീപ്പറിനെയൊക്കെ വളരെ ആവശ്യമാണ്. പക്ഷേ ഇതുപോലെ ഒരു നല്ല ഗോൾ കീപ്പറൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ എടുക്കണമെങ്കിൽ ഇതേ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ആ ഒരു ക്ലബ്ബും പ്ലെയറും ഒക്കെ സമ്മതിക്കേണ്ട സാഹചര്യം കൂടി വരേണ്ടതുണ്ട്. അപ്പോൾ കൂടുതലും സാധ്യതകൾ ഒക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന സ്ക്വാഡ് പ്ലേയേഴ്സിനെയാണ് കിട്ടാനുള്ളത്. സോ അതാണ് പറയുന്നത്, സമ്മറിൽ നല്ല രീതിയിൽ പണിയെടുക്കുക. ആ പണി നടന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനുവരിയിൽ ഇരുന്ന് നമ്മൾ കരയേണ്ട സാഹചര്യത്തിലേക്കൊക്കെ പോകും. സമ്മർ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയപ്പോൾ മുതൽ പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം ഇത് എല്ലാവരിലേക്കൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെയാണ് വരാൻ സാധ്യത, അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി സൈനിങ് ഓഫ്.